ഞങ്ങളിന്ന് സൺഡേ ഒരു ഔട്ടിങ്ങിന് പോവാണ്. ജസ്റ്റ് ഇവിടെ അയർലൻഡ് വരെ. ഞങ്ങളുടെ കൂടെ 2 സർപ്രൈസ് ഗസ്റ്റുകൾ കൂടെ ഉണ്ട്. കാണാം. You have never seen them before. സോ ഇന്ന് നമ്മുടെ കൂടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് കിവ ആൻഡ് ഹെർ മോം. Hi! Driving! Hello! Hi! By the way, subscribe to Extra. Oh my God! അപ്പോൾ കുറേ കാലമായി ഇതിന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഇവരും നമ്മളോട് കുറേ വട്ടമായി പറയണം നമുക്ക് പോകാമെന്ന്. പക്ഷേ ഇന്നാണ് അതിൻ്റെ ദിവസം ഒത്തു വന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര ഭയങ്കര അടിപൊളിയൊന്നുമല്ല. പക്ഷേ ടെമ്പറേച്ചർ കുറച്ച് ഭേദമാണ്. ഒരു 17-18 ഡിഗ്രിയോളം ഉണ്ട്. പക്ഷേ ക്ലൗഡിയാണെന്ന്, സണ്ണി അല്ല. എന്നാലും അടിപൊളി ദിവസമാണെന്ന് തോന്നുന്നു. No worse. You can park here and that's a beautiful beach. You can go down. അവരെന്താ ഇങ്ങനെ സ്ക്രീം ചെയ്യുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. അവർ രണ്ടുപേരും മൂക്ക് പൊത്തിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൺട്രി സൈഡിലാണ് വന്നിരിക്കുന്നത്. ഐറിഷ് വില്ലേജ് സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നിറയെ പശുക്കളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൗഡങ്ങും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കാരണമാണ് ഒരു മൂക്ക് പൊത്തിയിട്ടിരിക്കുന്നത്. മറ്റേ ഭയങ്കര സ്മെല്ലാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഒന്നുമില്ല. ഇനി നമ്മളൊരു നേരെ ഒരു കാസിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി തന്നെ അടിപൊളി ആയിരുന്നു. സൈഡിലിങ്ങനെ കടലും ആസ് യൂഷ്വൽ നല്ല നമ്മളവിടെ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ശരിക്കും. പിന്നെ അങ്ങോട്ട് നോക്കി അവിടെ ഒരു ചെറിയൊരു പാലം കാണാം. അത് അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എത്രമാത്രം ഇതിൽ ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും കാണാൻ നല്ല രസമുണ്ട്. ക്ലൈമറ്റും വലിയ കുഴപ്പമില്ല. ക്ലൗഡി അന്തരീക്ഷം. അറ്റ് സഡൻ പോയിന്റ് ഇൻ അവർ ലൈഫ് നമ്മൾ കുറച്ച് സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യും. പക്ഷേ ആ സ്ട്രേഞ്ചേഴ്സ് ദെൻ ദേ വിൽ ബിക്കം അവർ ക്ലോസ് ഫ്രണ്ട്സ് വൺസ് വി മീറ്റ് ദം, വി അണ്ടർസ്റ്റാൻഡ് ദം. അങ്ങനെ അവരായിട്ട് നമ്മൾ ഇടപഴകുന്നു. അങ്ങനെ ചില ആളുകൾ നമുക്ക് ഭയങ്കര ക്ലോസായി മാറും. അങ്ങനെയുള്ള ഒരു ലേഡിയാണ് ചെറിൽ. ആക്ച്വലി ചെറിലുള്ള കാരണം എനിക്ക് ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം സ്കൂളിലെത്തുമ്പോഴും അവൾ കുറച്ച് വലിയ കുട്ടിയായിട്ടാണല്ലോ ഇവിടെ വന്ന് സ്കൂളിൽ ചേർന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ ഒരു കൾച്ചർ മനസ്സിലാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ മുന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയും ഈ ഗ്യാപ്പ് ഉണ്ട് എൻട്രൻസിൻ്റെ അവിടെ. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നടുവിൽ നേരെ പാറ വിട്ട് കിടക്കുവാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ ഓഷ്യൻ വാട്ടർ പോകൊണ്ടിരിക്കുന്നുണ്ട്. ആ എൻട്രൻസാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ കണ്ട് പേടിച്ചിട്ടാണ് താഴോട്ട് നോക്കിയിട്ട് പറയുന്നത്. ഇപ്പോൾ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട് വീണ് പോയാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് നോക്കുന്നത്. ഇതൊരു ചെറിയൊരു എന്താ പറയുക, ഇടുക്ക് എന്ന് പറയില്ലേ, അതേപോലെ ആ ഒരു ഇടുക്ക് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഫോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ല എന്ന് അവർ പറഞ്ഞു. അത്ര വെറുതെയല്ല പൈസ കൊടുത്ത് കയറുന്നത്. പുറത്തുനിന്നാണ് കാണാൻ രസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ശ്രമം നടത്തിയില്ല. ബട്ട് സ്റ്റിൽ എന്തോ ഈ ഒരു മെറ്റൽ വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ള എൻട്രൻസ്. അതിൽ താഴേക്ക് വീണ് പോയാൽ തീർന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിനോട് അടുപ്പിച്ച് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ മെയിനായിട്ട് ഇവിടേക്ക് വരുന്ന ബേർഡ്സിനെ പറ്റിയും വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടും എഴുതിയിട്ട് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീൽസ്, ടർട്ടിൽ അങ്ങനെയൊക്കെ. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ കാരണം
അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മൾ പണ്ട് ബയോളജിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജീവികളുടെ ആ ഒരു ഇത് അതേപോലെ കുറേ കാലം നിലനിൽക്കും എന്നൊക്കെ പണ്ട് സുവോളജിയിൽ ലാബിൽ നിൽക്കുമ്പോൾ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള എല്ലാ ആനിമൽസും. ഈ സ്ഥലത്ത് വരുന്ന ആനിമൽസിനെയൊക്കെ അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരുടെ പഴയ ഫെറും ഫെദറും ഒക്കെ വെച്ചിട്ട്. ഇവിടുന്ന് കിട്ടിയ സ്കെലിറ്റൻസ്, അങ്ങനത്തെ പല പല സംഭവങ്ങളും ഇവിടെ നിന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇടയ്ക്ക് എനിക്ക് ജലദോഷമുണ്ട്, അതാണ് ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും മൈൻഡാക്കണ്ട. എല്ലാ പക്ഷികളെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനുള്ള സംഭവം കൂട്ടിലിരിക്കുന്ന പോലെ, കൂട്ടിലല്ല ഈ ചില്ലുകൂട്ടത്തിനുള്ളിലിരിക്കുന്ന മാതിരി തോന്നും. കാരണം ആ ഡക്കിൻ്റെയൊക്കെ ആ സൈഡിലൊരു പീക്കോ കളറൊക്കെ അതേപോലെ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്കത് പണ്ട് പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. എവിടെയൊക്കെ ഗ്ലെയർ റിഫ്ലക്ഷൻ വന്ന് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഗ്ലാസ്സിൽ തുടരുതെന്ന് അവിടെ എഴുതി വെച്ചത് കാരണം എനിക്കതിന് മുകളിൽ അമർത്തി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ കണ്ട ശരിക്കും റിയൽ ബേർഡ്സിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. ഇവിടെ പല ടൈപ്സ് ഇവരെയൊക്കെ നമുക്ക് വേറെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പഫിനെയും ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടു കാണും. ഇവിടുത്തെ അയർലൻഡ് വീഡിയോസിൽ ഇതൊരു ടൈപ്പ് ഫോക്സാണ്, റെഡ് ഫോക്സ് എന്ന് പറയുന്ന ഒരു ഫോക്സാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷിപ്സിൻ്റെയൊക്കെ പല മോഡൽസുകളും അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ഞാൻ കൂടുതൽ അവിടെ വായിക്കാനൊന്നും നിന്നില്ല. പിന്നെ അവിടുത്തെ ഇവിടെ ആർമീസാണ് ഉണ്ടായിരുന്നതെന്നാണ് ചെറിൽ പറഞ്ഞത്. അതായത് ഈ ഫോർട്ടിൽ ആർമീസാണ് പിന്നെ കുറേ കാലം താമസിച്ചിരുന്നത്. കാരണം ഇങ്ങനെ പല ജർമ്മൻ സോൾജേഴ്സൊക്കെ ഈ വഴി വന്നിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്തിരുന്നത് ഇവിടെയുള്ള ആളുകളെ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സോൾജേഴ്സിൻ്റെ പണ്ട് മുതലേ ഉള്ള അവരുടെ അതും കാര്യങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അവരുടെ പണ്ടത്തെ തോക്ക്, തൊപ്പി, യൂണിഫോംസ്, അവർക്ക് കിട്ടിയിട്ടുള്ള ആദരവുകൾ, കിട്ടുന്ന ബാഡ്ജുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുക. പക്ഷേ അത് എന്തൊക്കെ പറഞ്ഞാലും ഏത് സൈഡിൽ കൂടെ നോക്കിയാലുള്ള വ്യൂ അത് അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിൽ കൂടെ കാണുന്നത് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. ഈ അയർലൻഡ് ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ഒരു ഗ്രീൻ കളറാണ്. ആ ഗ്രീൻ ഭയങ്കര ഒരു ഗ്രീനാണ്. ഇത് ബംഗ്രാന ബ്രിഡ്ജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു പിക്ചർ നല്ല അടിപൊളി വരച്ച് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് എടുത്തു എന്ന് മാത്രം. ഞാനും ചെറിലും കൂടെ താഴേക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു പാലം അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ പാലത്തേക്കല്ല വഴി പോയത്. പക്ഷേ എങ്കിലും താഴെ നിന്ന് ഈ ഫോർട്ട് കെട്ടിപ്പൊക്കി വന്നിട്ടുള്ള രീതി കാണാൻ പറ്റുമായിരുന്നു അവിടുന്ന്. അപ്പോൾ ആ പോണ വഴിയാണിത് ആക്ച്വലി. Safe, right? Yeah, okay. Yeah. She walks because Kiva is there. Otherwise, then.
നമ്മൾ കുറച്ച് മുമ്പ് കണ്ട കളർഫുള്ളായ ബിൽഡിങ്സ് ബംഗ്രാന ആണ്, ടൗൺ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവരുടെ വീട്ടിൽ, ഇവരുടെ സ്വന്തമായിട്ടൊരു വീട് ഐറിഷ് സൈഡിൽ അയർലാൻഡിലുണ്ട് ഇവർക്ക്, അവിടേക്കാണ്. പക്ഷേ ഞാൻ ആ വീടൊന്നും ക്യാപ്ചർ ചെയ്തില്ല എന്നുള്ളത് മനഃപൂർവ്വം തന്നെയാണ്. പക്ഷേ കാരണം അവർ പ്ലാൻഡ് അല്ല, അവർ ജസ്റ്റ് ഇവിടെ വന്നതാണ്. പിന്നെ നമുക്കറിയില്ലല്ലോ, നമ്മൾ ഓരോരുത്തർ പേഴ്സണലായിട്ടുള്ള വീടുകളൊന്നും നമ്മളങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകൾ മാത്രം. അപ്പോൾ അവൾ ടാംബലിൻ കണ്ടപ്പോൾ അവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അതുമ്മ കളിച്ചു. പിന്നെ കുറച്ച് നേരം സ്വിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കളിച്ച്. കീവയ്ക്ക് അവളുടെ ഫ്രണ്ടിന് അവളുടെ വീട്ടിൽ അവളുടെ റൂമും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനങ്ങനെ ഈ പുറത്തുള്ള വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തു. ജസ്റ്റ് ഫോർ മെമ്മറി അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തായിട്ട് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ഗ്രെയിനിൻ ഓഫ് എലീച്ച് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും ഈ പറഞ്ഞ എല്ലാ അയർലാൻഡിൻ്റെ ടോട്ടൽ ഡൊണിഗൽ സൈഡിൻ്റെ കംപ്ലീറ്റ് വ്യൂവും കിട്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. Hi. Hello, Messi. Come on. All right, I might take one off. Can we spot your daddy's home? Oh, it's the pathway's getting so thin. I know. So thin. Right. There's a good view here, Miss Isha. Yeah. This is the view. This is that side, Abby. Come on. No, you're fine. Sorry, okay. We're trying to squeeze on there. Why are you filming people? I'm not feeling it, man. I'm just taking this. Oh, what can we Small do there? hole. No, we can't, but we can look. Well, if that was the size of a mouse, I would have lived in there. Oh, actually. Thanks. And this is where you should jump. But you don't have to. Nope. This is where you should jump. Wait, you're gonna jump? No, we're gonna. I'm taking video. Why are you taking video? There's no snow in the leprechauns. No. This one's a bit big. Come on, use down. Read my hands. No, I haven't. Thanks. Please stand up. No, you can, but it will be more nice to see like that. Yeah, I don't mind. I got her, Mom. Going to the beach. Yeah. It's freezing. I don't care. It is freezing. I don't care. We might get Strip off here, and then we go down, and you go, oh, arms. Don't like it, but not in all the kitchens are around. Oh, this is very clean. It is. This is about one of the nicer beaches. That's why I was just hoping about our shoes. But it's a nicer beach. There's another beach down there. Oh, are you filming? സോ ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് ലൈക്ക് ബംഗ്രാന ബീച്ച്. അതും കാണാൻ കുഴപ്പമില്ലായിരുന്നു, നല്ല ബീച്ചാണ്. അവർക്ക് പക്ഷേ തണുപ്പ് കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാനും നമ്മുടെ നാട്ടിലെ പോലെ പറ്റില്ല, നല്ല തണുപ്പാണ് വെള്ളം. പിന്നെ ചെറിൽ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, താങ്ക്സ് ഫോർ ടേക്കിംഗ് അസ് ടു അയർലാൻഡ് സൈഡ് ആൻഡ് മേക്കിംഗ് അവർ ഡേ മെമ്മറബിൾ. We love you so much. Thank you.